ഹായ്, സോഷ്യൽ മീഡിയയിലുള്ള കുറേയധികം സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ ഒരു സ്ത്രീയെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് ഫേമസ് ആണ്. ഈ ടി വി ചാനലൊക്കെ കാണുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് ടി വിയിൽ വരുന്ന ഒരു പ്രോഗ്രാമാണ് ഈ കോമഡി സ്റ്റാർസ് അങ്ങനെ എന്തോ. അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കുറേ പേരെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണിത്. സുധി മോളെ അറിയുമെന്ന് വിചാരിക്കുന്നു. സുധി മോളുടെ ഒരു വീഡിയോ ഞാൻ കാണാനിടയായി. വളരെ വളരെ ഇഷ്ടപ്പെട്ടൊരു വീഡിയോ ആണ്. പക്ഷേ ഇതിന് മുമ്പ് അവരിട്ടിരുന്ന ഒരു വീഡിയോസിനോടും എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. ഞാൻ എഗൻസ്റ്റ് ആയിരുന്നു. കാരണം അവർക്ക് വീട് വെക്കണമെന്നും വീടില്ലെന്നും ഒരു വല്ലാത്തൊരു പൊട്ടിപ്പൊളിഞ്ഞ അന്തരീക്ഷത്തിൽ അവർ ആ വീടും വെച്ചിട്ട് വല്ലാത്തൊരു ഷോയെ അവർ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തീർത്തും ഇഷ്ടമില്ലാത്ത ഒരു പ്രോഗ്രാമായിരുന്നു സുധി മോളുടെ. ഞാൻ കാണാൻ പോകാറില്ലായിരുന്നു. ഇടയ്ക്ക് വെച്ച് വേറൊരു കോൺട്രവേഴ്സി വന്നു. പിന്നെ തനൂജയുമായിട്ടുള്ള ഒരു ചെറിയ ഇഷ്യൂ വന്നു. അതെന്താണെന്നൊന്ന് കൗതുകത്തിന് പോയി നോക്കുമ്പോൾ തൊഴുതുകൊണ്ട് നിൽക്കുന്ന അധിക വിനയം കാണിക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാനതോടെ സ്കിപ്പ് ചെയ്തു. എന്ത് പ്രശ്നമായാലും അത് അവർ തമ്മിൽ തീർക്കട്ടെ, നമ്മളതിനകത്ത് ഇടപെടണ്ട, കാണണ്ട എന്നുള്ളത്. ഞാൻ കാണുകയോ കണ്ടിട്ട് അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല എന്നുള്ളതിന് ഞാനത് സ്കിപ്പ് ചെയ്തിട്ട് വരികയാണ് ചെയ്തത്. പിന്നെ ഞാൻ സുധിമോളുടെ ഒരു വീഡിയോസും അങ്ങനെ വലിയ ഇതായിട്ട് കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ സ്പെസിഫിക്കലി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോ ആദ്യ ഭാഗം ഒന്ന് കാണാം. നല്ലതാണ്. നമ്മുടെ പഴയ വീട് എന്തായി, എങ്ങനെയാണ്? നമ്മളിപ്പോൾ ആഫ്രിക്കൻ വനാന്തരങ്ങളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അനാക്കോണ്ടയെ പിടിക്കാനുള്ള ശ്രമമാണ്. നമുക്ക് ആ വീഡിയോസൊക്കെ കണ്ടുകൊണ്ട് അങ്ങ് പോകാം. അപ്പം നിങ്ങൾ വിചാരിക്കും സുധുമോ എന്നാ കുളത്തറയി പറയുന്നതെന്ന്. നമ്മുടെ പഴയ വീട്ടിലോട്ട് പോകണമാണ്. കുറേ നാളായി നമ്മുടെ പഴയ വീടൊക്കെ കണ്ടിട്ട്. ഞാൻ വിചാരിച്ച് പഴയ വീട്ടിലോട്ടൊന്ന് വന്നേക്കാന്ന്. വേറെ ഒന്നുമല്ല, നമ്മൾ ഒത്തിരി അഹങ്കരിച്ച് പോയാലോ. അപ്പോൾ നമ്മൾ പഴയ കാലമൊക്കെ ഒന്ന് ഓർത്ത് വെക്കാൻ നല്ലതാണ്. അപ്പോൾ നമ്മുടെ പഴയ വീട് എന്തായി. പൊളി ഡയലോഗ് ആൻഡ് ഫുള്ള് കണ്ടു. ഒരു വട്ടമല്ല, 2-3 വട്ടം കണ്ടു. കാരണം ഒരു വ്യൂ കൂടുതൽ കിട്ടിക്കോട്ടെ എൻ്റെ കയ്യിൽ നിന്നുള്ള കുറേ പ്രാവശ്യം റിപ്പീറ്റഡ്ലി കണ്ടു. പാവം തോന്നി. സത്യത്തിൽ സുധിമോള് ഒരു അപമാനമാണ്. ഈ പറയുന്ന ഓൺലൈനിൽ കൂടെ കാശുണ്ടാക്കുന്ന കള്ളത്തരം പറഞ്ഞുകൊണ്ട് ഇരന്ന് തിന്നുന്ന കുറേ നാറികൾക്ക് ഒരു അപമാനമാണ് ആ പെണ്ണെന്ന് ഞാൻ പറയും. അവർ വീട് മാറുന്നതായിട്ടും വേറൊരു വീട് വാടകയ്ക്ക് എടുത്ത് മാറിയെന്നാണ് അറിയുന്നത്. വീട് പണി നടക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ എടുക്കാനും മറ്റുമൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിനായിട്ട് വന്നതാണെന്നാണ് എനിക്കാദ്യം തോന്നിയത്. അങ്ങനെയല്ല സത്യത്തിൽ അവരത് ഒന്ന് പറയാൻ വേണ്ടി തന്നെ വന്നിട്ടുണ്ട്. കാരണം പലരുടെയും നെഗളിപ്പും കുന്തളിപ്പും ഒക്കെ കണ്ടപ്പോൾ അവർക്കത് പറയണമെന്ന് തോന്നി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തങ്കച്ചൻ ജീവിച്ചിരിക്കുമ്പോൾ മകൾക്ക് വേണ്ടിയിട്ട് മകളുടെ ഭർത്താവ് മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ ചേർന്ന് വീട് വെച്ച് കൊടുത്തതിൽ തെറ്റ് അത് കൃത്യമായിട്ട് കൊള്ളാതെ കൊള്ളിച്ച് സുധിമോളെ അടിച്ചു വിടുന്നുണ്ടെന്നാണ് മനസ്സിലായത്. എനിവേ, ഇതിന് ശേഷം ലാസ്റ്റ് പോർഷൻ ഒന്ന് കേൾക്കാം. നല്ല രസമാണ് കേൾക്കാൻ. സങ്കടവും ചിരി അധ്വാനം എല്ലാം നടന്നൊരു കുഞ്ഞു വീടായിരുന്നു ഞങ്ങളുടെ ഇത്. എന്താണെങ്കിലും മഴയിൽ മനോരമയും ജനങ്ങളും കാരണം ഞങ്ങൾ അവിടെ നിന്ന് മാറി ഒരു വാടക വീട്ടോട്ടാണെങ്കിലും മാറാൻ സാധിച്ചു. അത് ഒത്തിരി സന്തോഷം. അപ്പോൾ നമുക്ക് പോകാം. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വന്ന വഴി മറക്കാതെ ഇരിക്കാൻ വേണ്ടി ഇടയ്ക്കൊന്ന് ഇതൊക്കെ വന്ന് കാണുന്നത് നല്ലതാണ്. എന്നാന്ന് വെച്ചാൽ എങ്ങാനും എവിടെയായാലും ഇതുവരെ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ആണെന്നോ എനിക്ക് ഇന്ന് വരെ തോന്നിയിട്ടില്ല. ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ മുയലിന്റെ തല ചക്ക വീണ പോലത്തെ അവസ്ഥയാണ്. അല്ലാതെ എനിക്ക് ഒത്തിരി കഴിവുള്ള ആളെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ കഴിവുണ്ടോ നമ്മൾ വിശ്വസിച്ചാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ എന്നാലും ഞാൻ പറയാൻ അന്ന് അതിന്റെ കൂടെ അങ്ങനെ പറഞ്ഞത് ജനങ്ങൾക്ക് ഇഷ്ടമല്ല അങ്ങനെ പറയുന്നത്. ഞാൻ എന്താണെന്നറിയാം, എനിക്കൊരു കഴിവില്ല എന്ന് പറയുന്നത്. നമ്മളൊന്നുമില്ല, നമുക്കൊരു കഴിവില്ല, നമ്മൾ താഴോട്ട് ഇരുന്നാൽ ദൈവം നമ്മൾ തീർക്കും. എനിക്ക് ഇതുവരെ അങ്ങനെ ആ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്നുമില്ല, അത് അങ്ങനെയൊക്കെ ഒരു തോന്നലാണ്. സുധിമോള് ഡൗൺ ടു എർത്ത് ക്യാരക്ടറായിട്ട് ആകാനൊരു ശ്രമം നടത്തുന്നതാണ്. അതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. ഡൗൺ ടു എർത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ബട്ട് സ്റ്റിൽ അഭിപ്രായം വളരെ ഇഷ്ടപ്പെട്ടു. നമ്മളുടെ പൂർവ്വചരിത്രം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓർക്കണം. പണ്ട് നമ്മൾ എങ്ങനെ ജീവിച്ചു, നമ്മളുടെ ചുറ്റുപാട് എന്തായിരുന്നു എന്ന് ഓർക്കുന്നത് വളരെ നല്ലതായിരിക്കും. 2 തെളിവുകൾ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ നടക്കുകയാണ്. മൂന്നാമതൊരു തെളിവ് ഇങ്ങനെ കോപ്പ് കൂട്ടുന്നുണ്ട് തനൂജ. ആദ്യം പറയാം, നമ്മുടെ രേഷ്മയല്ലല്ലോ, രേണു. എനിക്ക് രേഷ്മ എന്നൊന്നും പറയാൻ രേണു സുധി എന്ന് പറയുന്ന സ്ത്രീ എത്രത്തോളം വൃത്തികെട്ട സ്റ്റേറ്റ്മെൻറ്റുകളാണ് അവളുടെ ഈ ഒരു വീട് വെച്ചു കൊടുത്തവർക്കെതിരെ നടത്തിയത്. എത്ര വൾഗർ സ്റ്റേറ്റ്മെൻറ്റുകളായിരുന്നു. അത് അത്രത്തോളം വേദനിപ്പിക്കുന്ന ഒരു കാര്യങ്ങളാണ്. എനിക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും. എന്തെന്നുണ്ട്, നമ്മൾ ഒരാളെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ദിവസം മാറിയിരുന്നുകൊണ്ട് നമ്മൾ പറയുമ്പോൾ ഭയങ്കരമായിട്ട് വരും. നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്ത് തോറ്റു പോകും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഭാഗത്തിൽ ആ ഫിറോസ് കേസിന് പോയിട്ടുണ്ടെന്ന് പറയുന്നത് കൃത്യമാണ്. താജിൻ്റെ കേസും അത് തന്നെയാണ്. കേസിന് പോയിട്ടുണ്ടെന്ന് പറയുന്നത് സൂപ്പറാണ്.
നല്ലൊരു തീരുമാനമാണ്. അതിന് വായ്ത്താളം അടിക്കാനും തിരിച്ച് പറയാനും ഒന്നും പോകരുത്. നമ്മളൊക്കെ ചെയ്ത മിസ്റ്റേക്കുകൾ നിങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. തിരിച്ചൊന്നും പറയാൻ പോകരുത്. കേസുമായിട്ട് തന്നെ മുൻപോട്ട് പോകാൻ മാനനഷ്ടമാണ്. അത് തീർച്ചയായിട്ടും അവരെ കൊണ്ട് നികത്തി വാങ്ങിക്കുക. മാത്രമല്ല കൊടുത്തത് നമുക്ക് തിരിച്ചെടുക്കാനുള്ള വകുപ്പില്ല. പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ഏറ്റവും ക്യൂരിയസ് ആയിട്ട് നോക്കിക്കൊണ്ടിരുന്നത് മറുനാടൻ മലയാളി എന്തായിരിക്കും അവർക്ക് മറുപടി കൊടുക്കുക എന്നുള്ളതാണ്. കാരണം പുള്ളിയാണ് ആ മതിൽ പണിത് കൊടുത്തതെന്നും 1,00,000 സംതിങ് എന്തോ ആയി എന്നൊക്കെ പുള്ളി ഒരു കണക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നാൾ വന്നപ്പോൾ അവരോട് പെരുമാറിയ രീതി. ഇപ്പോൾ ഈ രേണുവിൻ്റെ ഒരു കളി മുഴുക്ക എന്താണെന്നറിയാം. മുഴുക്ക രേണു വിചാരിക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ മണ്ടന്മാരാണ്, രേണുവിന് മാത്രമേ ബുദ്ധിയുള്ളൂ എന്നാണ്. രേണുവിന് ബിഗ് ബോസിൽ പോകണം, അതിനിങ്ങനെ ലൈം ലൈറ്റിൽ നിൽക്കണം. അതിന് രേണു ആദ്യം ഉപയോഗിച്ചത് പ്രതീക്ഷനെയാണ്. പ്രതീക്ഷനെ ഉപയോഗിച്ചു. അങ്ങ് തുടിച്ചഴുവി നാണം കെട്ട് നടക്കുന്ന ഒരു സിറ്റുവേഷൻ രേണുവിനുണ്ട്. അങ്ങനെ നടക്കുന്ന ആ സമയത്താണ് ഇത് കൂടുതൽ വൈറലാവാൻ വേണ്ടി കൂടുതൽ ആളുകളെ വെച്ച് തന്നെ വീഡിയോസ് എടുക്കുക, അവനോളും കൂടെ ഉള്ള പിന്നെ ക്ലോസ് ആയിട്ടുള്ള കുറേയധികം ഇതെടുക്കുക, അത് പബ്ലിഷ് ചെയ്യുക. പിന്നീട് പ്രതീഷിൻ്റെ വൈഫിന് കംപ്ലൈൻറ്റ് ഇല്ല എന്ന് കാണിക്കാൻ അവനെ കൊണ്ടുവരിക, വാരി കൊടുക്കുക. ഇങ്ങനെ കുറേ സാധനങ്ങൾ ഓൾറെഡി ഇട്ട് കൊടുക്കുമ്പം സദാചാരബോധം കൂടിയ ഒരു വിഭാഗമാണ് കേരളീയർ. അവർ എന്തായാലും അതിനെപ്പറ്റി പറയും. അത് നല്ലൊരു അഭിപ്രായം തന്നെയാണ്. അങ്ങനെ ഒരു ഓവറായിട്ട് കിടന്ന് കാണിക്കുന്നത് പ്രശ്നം തന്നെയാണ്. അപ്പോൾ അതിനെതിരെ സംസാരിക്കുക. പിന്നെ കുറച്ച് സൂപ്പർ മെഗാ സീരിയൽ റാണിമാരായ കുറച്ചധികം ഇതുപോലെ തുടിച്ചഴുവി ആറാടി നടക്കുന്ന കുറേ എണ്ണത്തിനെ കൊണ്ട് സപ്പോർട്ട് പറയിക്കുക. അവർക്കും സദാചാരക്കാർക്കും തമ്മിലൊരു ക്ലാഷ് ഉണ്ടാക്കുക. ഇതൊക്കെയായിരുന്നു അവരുടെ ഉദ്ദേശലക്ഷ്യം. ഇവിടെ പാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പയ്യൻ കിച്ചു, അവൻ ഒരു വീഡിയോയും കൊണ്ട് ഒരു ക്യാമറയും കൊണ്ട് വീട്ടിനകത്തേക്ക് പ്രതീക്ഷിക്കാതെ ചെന്ന് കയറിയെടുത്ത് ഈ രേണുവിൻ്റെ സർവത്ര കള്ളവും മുഖം മൂടി ഒന്നടങ്കം അങ്ങ് അഴിഞ്ഞു വീണു. ഒരു പ്രണയവും ഇല്ല എന്നും അതിന് തൊട്ടു മുമ്പ് അതുൽ ഇവിടെ ഞാലിയാങ്കുഴിയിൽ വന്നിട്ട് ഒരു അന്വേഷണം നടത്തിയതിൽ മുൻ ഭർത്താവിൻ്റെ ഡീറ്റെയിൽസും ഇവളുടെ തന്നെ ഭർത്താവിൻ്റെ രണ്ടാമത്തെ വിവാഹം വീണ എന്ന് പറയുന്ന സ്ത്രീയും കൂടെ പുറത്തേക്ക് വന്നപ്പം പൂർണ്ണം. അതാണ് സംഭവിച്ചത്. രേണു സുധിക്ക് സംഭവിച്ചത് അതാണ്. അപ്പം ഞാനിത് കമ്പാരിസൺ ആണ് നടത്തുന്നത്. ഓഫ്കോഴ്സ് അത് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ സുധി മോൾക്ക് നിങ്ങളൊരു പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് എങ്കിൽ സുധി മോൾ ആ ഡൗൺ ടു എർത്ത് ക്യാരക്ടറിൽ നിന്ന് ഒരു പടി പോലും മുന്നോട്ട് വന്ന് വരത്തില്ല, ശല്യം ചെയ്യത്തില്ല. നമ്മളതാണോ ആഗ്രഹിക്കുന്നത് വെച്ചാൽ 100% നമ്മളത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. നമ്മളെ പണം കൊണ്ട് കുറച്ച് ഫെയിമായി കുറച്ച് റീച്ചായി കഴിഞ്ഞിട്ട് നമ്മളെ ഇൻസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കത് അംഗീകരിക്കാൻ ഒക്കത്തില്ല. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, മോഹൻലാലും മമ്മൂട്ടിക്കൊക്കെ എന്തോരം പണമുണ്ട്. അവർക്ക് തിരുവനന്തപുരത്തൊക്കെ അവരുടെ വീടുകൾ കാണണം എമ്മാതിരിയെ. നമ്മളൊക്കെ ഇനിയിപ്പം എനിക്കറിയത്തില്ല, ഒരു നല്ല പോലെ ഒരു 2 തലമുറ കഷ്ടപ്പെട്ടാലേ അമ്മാതിരിയൊക്കെ വീടുകളൊക്കെ വെക്കാൻ പറ്റുള്ളൂ. അമ്മാതിരി സൂപ്പർ റിച്ചാണ് അവരൊക്കെ. പക്ഷേ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണുമ്പോൾ അവരുടെയൊക്കെ ഒരു ക്യാരക്ടർ നമ്മളോട് എങ്ങനെയാണ് അവർ ബിഹേവ് ചെയ്യണം, നമ്മളത് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് സത്യം. ആ ഡൗൺ ടു എർത്ത് ക്യാരക്ടേഴ്സിനെ തന്നെയാണ് നമ്മൾ ഈ കലാകാരന്മാരിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഒരു രീതിയിലുള്ള കലാവാസനയോ അല്ലെങ്കിൽ ഫിനാൻഷ്യലി എന്തെങ്കിലും ഒരു ഗ്രോത്തോ സ്വന്തമായി സമ്പാദിച്ച 1 രൂപയോ ഇല്ലാതെ അഹങ്കാരം കാണിക്കുന്ന രേണു സുധിക്കെതിരെ കർശനമായി എല്ലാവരും ഇറങ്ങി നിൽക്കുന്നതിൻ്റെ റീസൺ അതാണ്. പലരും പറഞ്ഞു ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു പെൺകുട്ടി ആക്രമിക്കുന്നു, വിധവയായത് കൊണ്ട് അല്ലെങ്കിൽ ഒഴുങ്ങി നടക്കുന്നുണ്ട്. നീ ഒരുങ്ങിയാൽ എന്താണ്, കാക്ക വിളിച്ചാൽ കൊറ്റാവൂടെ, എന്ത് ഈ പറയുന്നത്, കണ്ടാലും തോന്നണമല്ലോ. അപ്പം രേണു സുധിയെ തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പലതും വരുന്നതിനാണ് പലരും പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ വീടിൻ്റെ വിഷയം, അതിനുശേഷം ഈ കിച്ചു എന്ന പയ്യൻ കൊണ്ടുവന്ന ആ വിഷയം ഹൈഡ് ചെയ്യാൻ, അതിന് മുമ്പുള്ള ബിനുവിനെ ഹൈഡ് ചെയ്യാൻ, അതേപോലെ തന്നെ ഈ വീണയെ ഹൈഡ് ചെയ്യാൻ, ഇങ്ങനെ ഇവൾക്ക് പബ്ലിക്കിലേക്ക് വരാനുണ്ടാകുന്ന ഏറ്റവും മോശപ്പെട്ട 3 ഇമ്പാക്റ്റ് അതിനെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് രേണു കണ്ടുപിടിച്ച ഒരേ ഒരു മാർഗം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിറോസിനെതിരെ തിരിയുക. ചെറിയ കാര്യമാണെങ്കിൽ അതെടുത്ത് അങ്ങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫിറോസ് അവരുമായിട്ട് അടിയാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനകത്ത് കംപ്ലൈൻ്റ് ഉണ്ട്. കംപ്ലൈൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഫിറോസ് കേസ് കൊടുത്താലും ഒന്നുമില്ല, കാരണം ചാറലടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ചാറലടിക്കുന്ന ഒരു പ്രശ്നത്തിൽ തീർച്ചയായിട്ടും ഫിറോസിന് അത് കംപ്ലൈൻറ്റ് ശരിയാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി അതിൻ്റെ പേരിൽ ഒരു പരാതി കൊണ്ട് കൊടുത്താൽ അത് വാലിഡ് അല്ല. കാരണം ശരിയാക്കി കൊടുത്ത ശേഷം പിന്നെ കംപ്ലൈൻ്റ് ആയിരുന്നു അവർ പറയുന്നത് ശരിയല്ല, എന്നെ മാനനഷ്ടം, അത് ഏക്കത്തില്ല എന്നുള്ളതാണ്. പിന്നെ ചുവരിലേക്ക് ആണി അടിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് എന്ന് പറയുന്നതും അത് കുറച്ച് എക്സാഗ്രേറ്റ് ചെയ്തിട്ടാണ് രേണു പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇത് രണ്ടും പ്രശ്നമാണ്. ഇത് രണ്ടും അവിടെ അങ്ങനെ ഒരു വിഷയമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്, അടർന്ന് വീഴുന്നത്. പക്ഷേ അത് പറയുമ്പോഴും അവർക്കതിനുള്ള റൈറ്റ്സ് ഇല്ല എന്ന് മറുനാടനാണ് കാണിച്ചത്. മറുനാടൻ്റെ ഒരു വീഡിയോ ഞാൻ ഇവിടെ വയ്ക്കാം, അതൊന്ന് കണ്ടു നോക്കൂ. രേണു, വീട് എങ്ങനെയുണ്ട് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇമോഷണലായി. കാരണം സ്വപ്നം പോലും കാണാൻ പറ്റാത്ത വീടാണിത് ഞങ്ങൾക്ക്. ഞങ്ങളുടെ വീടല്ല, സൂചിച്ചേട്ടൻ്റെ വീട്. KHDC തന്ന ഏറ്റവും വലിയ എന്താ പറയുക, സൂചിച്ചേട്ടൻ്റെ ഒരിക്കലും നടക്കാൻ പറ്റാത്ത ഒരു സ്വപ്നമാണ് പൂവണിയാൻ പോകുന്നത്. ഒരുപാട് ഹാപ്പി. പ്രത്യേകിച്ച് KHDCക്കും ഫിറോസിക്കായ്ക്കും അതിനുള്ള എല്ലാ അംഗങ്ങൾക്കും എല്ലാവർക്കും, ഈ കൂട്ടായ്മ ചേരുന്ന എല്ലാവർക്കും, നമ്മുടെ കൂടെ ഉള്ള എല്ലാവർക്കും ഒരുപാട്. കണ്ടിട്ട് എന്താണ് തോന്നുന്നത്?
വീട് കണ്ടെന്ന് പറഞ്ഞാൽ തുടക്കം തൊട്ടേ ഞാനിവിടെ ഉണ്ട്. പക്ഷേ എനിക്കും കെട്ടിടത്തിൻ്റെ പണിയാണ്. സ്വന്തമായിട്ട് ഞാൻ കെട്ടിടം പണിതിട്ടുണ്ട്. അല്ലാതെ കമ്പനികളിലൊക്കെ നിന്ന് വർക്ക് ചെയ്തിട്ട് സ്വന്തമായിട്ടും പണി ചെയ്ത ഒരാളാണ്. ഇപ്പം സുഖമില്ലാതൊക്കെ ആയതുകൊണ്ട് പോകാൻ വല്ലാതിരിക്കുന്ന പണി ചെയ്യാത്ത. പിന്നെ അങ്ങനെയുള്ള ഞാനിവിടെ വന്ന് ഇതിൻ്റെ വാനം എടുക്കുമ്പോൾ തൊട്ട് ഞാനിവിടെ നോക്കി ഒരു കാര്യവും ആരോടും ഒന്നും പറയേണ്ടത് വന്നിട്ടില്ല ഇന്ന് വരെ. വളരെ തൃപ്തി. അതായത് മനസ്സുകൊണ്ട് ഞാൻ ചെയ്യുകയാണെങ്കിലും അതിലും അത്ര ഭംഗിയായിട്ട് ചെയ്യത്തില്ലെന്നുള്ളതാണ്. പുറമേ കാണുന്ന മോടി തന്നെയല്ല, ഞാൻ പറഞ്ഞല്ലോ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ തറ തൊട്ടുള്ള അതിൻ്റെ വർക്ക് ഭിത്തിയാണെങ്കിലും ഇതിലെല്ലാ പണിയും വളരെ 100% തൃപ്തി ഉണ്ടായിരുന്നു. കാരണം എനിക്ക് വർക്ക് അറിയാവുന്നതുകൊണ്ട്, പണി ചെയ്യുന്ന ഒരാളായിരുന്നുകൊണ്ട് വളരെ ഞാൻ എന്നും വീട്ടിൽ ചെന്ന് പറയും, ഓരോ പണി ഇവിടെ നടക്കുമ്പോൾ ഞാൻ വന്ന് കണ്ടിട്ട് അവിടെ ചെന്ന് പറയുന്ന രീതിയിലാണ്. അപ്പം മറുനാടൻ പറഞ്ഞതിൽ നിന്നാണ് അതേ ഇതിന് മുമ്പ്, അതായത് വീട്ടിലേക്ക് എൻട്രി ആകുമ്പോൾ രേണു പറഞ്ഞതും അപ്പോൾ തന്നെ തങ്കച്ചൻ പറഞ്ഞതും ആണ് ഈ മറുനാടൻ കൊണ്ടുവച്ചിട്ട് മറുപടിയായിട്ട് പറഞ്ഞത്. വേറെ കൂടുതലൊന്നും മറുപടി പറയാൻ പുള്ളി നിന്നില്ല. ഇത് തന്നെയാണ് എനിക്കുള്ള മറുപടി. അത് സത്യമാണ്. എൻട്രി ആകുന്ന സമയത്ത് വീടിനെ പറ്റി യാതൊരു കംപ്ലൈൻറ്റും രേണുവിനില്ല. സ്വാഭാവികമാണ്, പുതിയൊരു വീടാണ്, അതിനകത്തൊരു കംപ്ലൈൻറ്റും ഇല്ല. എല്ലാം ബെസ്റ്റ് എന്ന് തന്നെയാണ് പറഞ്ഞത്. നമ്മളും കണ്ടു. ഫർണിച്ചർ ഉൾപ്പെടെ കൊടുക്കുന്നു, ഉപ്പ് ചിരട്ട വരെ കൊടുക്കുന്നു, എല്ലാം കൊടുക്കുന്നു. രേണുവിന് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്താ ഇല്ലാത്ത ഭർത്താവ് ഒരെണ്ണം ഇല്ല എന്നൊഴിച്ചാൽ ബാക്കി സർവ്വത്രം അങ്ങ് എത്തിച്ചു കൊടുക്കുന്നു. ഭർത്താവിന് പകരമായിട്ട് ആ പ്ലേസിലേക്ക് പ്രതീക്ഷ കൊണ്ടുവച്ചു കൊടുക്കുന്നു. ഏകദേശം എല്ലാം സെറ്റ്. പക്ഷേ അപ്പൻ പറഞ്ഞതിനകത്ത് പോയിട്ടുണ്ട്. അപ്പന് കംപ്ലൈൻറ്റ് ചെയ്യാനുള്ള ഒരു റൈറ്റ്സും ഇല്ല. ഈ ഒരൊറ്റ വീഡിയോ മറുനാടൻ കൊണ്ടുവച്ചെടുത്ത് അപ്പൻ തീർന്നു എന്നുള്ളതാണ്. കാരണം കെട്ടിട നിർമ്മാണ തൊഴിൽ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി ഒരു കെട്ടിടം നിർമ്മിക്കുമ്പോൾ A to Z കാര്യങ്ങളിൽ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുക, ആ ഉണ്ടായിരുന്നപ്പോൾ യാതൊരു കംപ്ലൈൻറ്റും കണ്ടില്ല എന്ന് പറയുക, പിന്നീട് പരാതി പറയുന്നത് ഫ്രോഡ് പരിപാടിയല്ലയോ. അപ്പോൾ അത് തന്നെയാണ് അവിടെ നടന്നിട്ടുള്ളത്. മുഴുക്ക നടന്നത് നുണ മാത്രമാണ്. ഡൈവേർട്ട് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ പോഷൻ കണ്ടാൽ മാത്രം മതിയാകും. മതിലിന് കുഴപ്പം, മറ്റതിന് കുഴപ്പം, ഇനി ഇത് ചെയ്യും, പെയിൻറ്റും അടിച്ചു കൊടുക്കും, വീണ്ടും പണിതെഴുതും. ഇത് ഇവർക്ക് ഈസിനെസ് ആയിപ്പോയി. എന്തുകൊണ്ടെന്നറിയാം? വിവരക്കുറവല്ല, അഹങ്കാരം. സുധി എന്തോ സംഭവമാണ്. ആക്ച്വലി എന്താണ് സുധി, എന്താണ് ഈ സുധിയുടെ ക്യാരക്ടർ എന്നൊന്ന് പറഞ്ഞു തന്നാണ്. മൂന്ന് പെണ്ണുങ്ങളെ കെട്ടി കളയുക, കെട്ടി വഴിയാതരമൊക്കെ നന്നായി മദ്യപിച്ചു കൊണ്ട് നടന്ന ഒരു വ്യക്തി. മദ്യപാനം അയാളുടെ ഏറ്റവും ഇതായിരുന്നു. എന്തിനധികം 2 ആൺമക്കളും അതേ ലെവലിലേക്കാണ് വന്നത്. മൂത്ത കുട്ടിക്ക് കേസുണ്ട്. ആ മൂത്ത കുട്ടി ഡ്രഗ് കഴിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചതിന് ആ പയ്യനെതിരെ കേസുണ്ട്. ഇനിയിപ്പോൾ ഇതില്ലാന്ന് പറയരുത്, എൻ്റെ കയ്യിൽ എൻ്റെ തെളിവുണ്ട്. ആ ചെറുക്കൻ തന്നെ സമ്മതിക്കുന്നുണ്ട്. അവൻ്റെ പേർക്കുള്ള ഈ കേസുകൾ ഇവൾ പുറത്ത് വിടും എന്നുള്ളത് കൊണ്ടാണ് ആ പയ്യൻ അവൾ ചെയ്യുന്ന എല്ലാ തോന്നിവാസത്തിനും മൗനമായിട്ട് സമ്മതം കൊടുക്കുന്നത്, മിണ്ടാതിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ആ പ്രതീക്ഷയുമായിട്ട് കാണിക്കുന്ന എല്ലാ പോക്കൃത്തരവും നിങ്ങൾ കണ്ടതാണ്. ഈ പോക്കൃത്തരങ്ങളൊക്കെ ആ കുട്ടി ഒന്നും മിണ്ടാതെ അനുഭവിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഇത് ബാധിക്കപ്പെടുന്ന രേഷ്മയെയോ രേഷ്മയുടെ റിത്തപ്പനെയോ മാത്രമല്ല, കിച്ചുവിനെ ബാധിക്കും, സുധിയെ ബാധിക്കും. സുധിയുടെ ഭാര്യ എന്നുള്ള ഇതാണ് അവർക്ക് കിട്ടുന്ന ആ ഡാമേജ്. അവനത് ചോദിക്കാനുള്ള വോയിസ് ഇല്ല. കാരണം അവൻ തന്നെ ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ പെട്ട് നിൽക്കുന്നൊരു പയ്യനാണ്. കേസുണ്ടെന്ന് പറയുമ്പം ചെറുക്കൻ എത്ര വയസ്സെന്ന് ഓർത്ത് നോക്കണം. അതിന് ആ കുട്ടിയെ കുറ്റപ്പെടുത്താനൊക്കത്തില്ല. തന്തയും തള്ളയും ഇങ്ങനെയല്ലേ. അമ്മ അച്ഛനെ ഉപേക്ഷിച്ച് ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയി. എന്നിട്ട് അവൻ്റെ കൂടെ പോയിട്ടും ജീവിതം സെറ്റാവാത്തതുകൊണ്ട് സൂയിസൈഡ് ചെയ്യുകയാണ്. പബ്ലിക്കിൽ ആ കുട്ടി എങ്ങനെ തലപൊക്കും? തന്ത ഒരു കല്യാണം കഴിച്ചു, പിന്നൊരു കല്യാണം കഴിച്ചു, അതിനെ കളഞ്ഞിട്ട് അടുത്തതിൻ്റെ കൂടെ പോയി. ഇങ്ങനെ കുറേ സർക്കസുകൾ തന്തയും ചെയ്തിട്ടുണ്ട്. ഇതിൽ എങ്ങനെയാണ് ആ കുഞ്ഞ് പുറത്തിറങ്ങിയും 10 പേരോടെ കൂടുക? അപ്പോൾ അവൻ്റെ കൂട്ടുകെട്ടെന്ന് പറയുന്നത് അതേപോലെ വൾഗാരിറ്റി ഉള്ള ആൾക്കാരുമായിട്ടായിരിക്കും. ആ വൾഗാരിറ്റി ആ കുട്ടിയെ അതേപോലുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുമെന്നാണ് എനിക്ക് മനസ്സിലായി. ഞാൻ നെട്ടി കേട്ടുകൊണ്ടിരിക്കുന്നത് 10-21 വയസ്സുള്ള ചെറുക്കൻ കള്ളു കുടിക്കുക മാത്രമല്ല, അതും കുടിച്ച ശേഷം വണ്ടി ഓടിച്ചു പോയതിൽ പോലീസ് പിടിച്ചിരിക്കുന്നു. ഈ തങ്കച്ചനാണ് പോയി ഇറക്കിക്കൊണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികം നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്തുകൊണ്ട് ഈ പറയുന്ന രേണുവിനെതിരെ ആ പയ്യൻ അനങ്ങാത്തത്. അവൻ ചെറുപേരിൽ അനക്കത്തില്ല. പക്ഷേ അവന് പൊതുസമൂഹത്തിനോട് പറയാനുള്ളത് അവനൊരു എന്താ പറയുക, വീട്ടിൻ്റെ വീഡിയോയും മറ്റുമൊക്കെ ആയിട്ട് കൊണ്ടുവന്നങ്ങ് കാണിച്ച് പബ്ലിഷ് ചെയ്തു. അതാണ് നടന്നിട്ടുള്ളത്. ഈ എല്ലാവരുടെയും നമ്മൾ ഹിസ്റ്ററി ചെകഞ്ഞെടുക്കാൻ പോകുമ്പോൾ, രണ്ടാമത് വന്ന ഭാര്യയുടെ കേസ് എടുക്കുമ്പോൾ ഒരുപാട് ഹിസ്റ്ററികൾ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് പറ്റിയെച്ചൊന്നും തോന്നില്ല. മാത്രമല്ല, ആദ്യം പറഞ്ഞു എൻ്റെ മനസ്സിൽ മരിച്ചു കഴിഞ്ഞു സുധിയെന്ന്. പിന്നെ വീണ പറയുന്നുണ്ട്, അല്ല എനിക്ക് അദ്ദേഹത്തിനെ ഓർക്കുമ്പോൾ തന്നെ കണ്ണില്ല, അത് ആ ഗാനമൊക്കെ ഇട്ട് വേണം, BGM ഒക്കെ ഇട്ട് വേണം കേൾക്കാൻ. അപ്പോൾ അത് കാണുന്നുണ്ട്. അപ്പോൾ ആകെ മൊത്തത്തിൽ എന്താ, അതും ഒരു വല്ലാത്ത റിലേഷൻഷിപ്പ്, ഇതും ഒരു വല്ലാത്ത റിലേഷൻഷിപ്പ്. ആകെ മൊത്തത്തിൽ ഈ ചീഞ്ഞതിൻ്റെ ഇടയിലേ ചേരൂ എന്നുള്ളൊരു ടേമാണ്. നമ്മൾ രേണുവിനെ മാത്രം കൺസേൺ ചെയ്യുന്നു. രേണു മാത്രമല്ല, അതിന് മുമ്പുള്ള വീണയ്ക്കും ഇതേ തന്നെ ഹിസ്റ്ററി ഉണ്ട്, രേണുവിനും അതേ ഹിസ്റ്ററി ഉണ്ട്.
അതിൻ്റെ മുമ്പ് വന്ന പെണ്ണിനും അതേ ഹിസ്റ്ററി ഉണ്ട്. അതായത് അപ്പോൾ സുധി എന്ന് പറയുന്ന ഒരു വ്യക്തി ആപ്റ്റായ ഒരാളെ കിട്ടാൻ യോഗ്യനല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. അതാണ് അതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത് മനസ്സിലാക്കുക. ആകെ മൊത്തത്തിൽ വല്ലാത്ത ഒരു വൃത്തികെട്ട കുടുംബ സാഹചര്യത്തിൽ വളർന്നു വന്ന ഒരു പയ്യൻ എങ്ങനെയാകുമോ അങ്ങനെ തന്നെയാണ് ആ പയ്യനായിട്ടുള്ളത്. ഓൾമോസ്റ്റ് അവരുടെ ഒരു ലൈഫ് ഹിസ്റ്ററി മുഴുക്ക അത് തന്നെയാണ്. പിന്നെ ഇതിനകത്ത് നമ്മളെടുത്ത് വെച്ച് ഇതെന്താണ്, ഈ ഇൻ്റർവ്യൂവിൽ ഇതിങ്ങനെ പറഞ്ഞ എന്താണ്, അതെന്താണ് അങ്ങനെ എന്ന് പറയേണ്ട കാര്യമില്ല. പക്ഷെ അതിനെപ്പറ്റി ഒരു റിവ്യൂ ഞാൻ വേറെ ഇടുന്നുണ്ട്, അത് നിങ്ങൾ കണ്ടു നോക്കുക. തൽക്കാലം ഇതേ ഉള്ളൂ. എനിക്കിത് പൂർണ്ണ ബോധ്യപ്പെട്ടതാണ്. ഇനി ഇല്ല എന്ന് പറയുന്നത് ഐ ഹാവ് സോളിഡ് എവിഡൻസ്, റെക്കോർഡിക്കൽ എവിഡൻസ് ഉണ്ട്. ഞാനിത് അന്വേഷിച്ചു, ബോധ്യപ്പെട്ട ശേഷം ആ കുട്ടിയോട് ചോദിച്ചിരുന്നു, കുട്ടിയും പറഞ്ഞിരുന്നു അതെ എൻ്റെ പേർക്ക് കേസ് ഉണ്ടെന്ന്. ഒരുപാട് കാര്യങ്ങൾ താജ് ഇങ്ങനെ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാട് അലിഗേഷൻസ് വരുന്നുണ്ട്. സ്വാഭാവികമാണ്, നമുക്ക് നല്ലാണ്ട് ദേഷ്യം വരും. നമ്മൾ നല്ല കെയർ ചെയ്ത് കൂടെ നിർത്തിയിരിക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് നമുക്കെതിരെ ഏറ്റവും മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എല്ലാം തുറന്നങ്ങ് പറഞ്ഞു കൊടുക്കാൻ തോന്നും. സർവത്രവും അവർക്കെതിരെയുള്ള എല്ലാം പറഞ്ഞു കൊടുക്കാൻ തോന്നും. സ്വാഭാവികമായ ഒരു കാര്യമാണ്. മാക്സിമം അത്തരക്കാരെ മൈൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.